സ്വാമിയേ ശരണമയ്യപ്പ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേതുഭ്യം നമോ നമ. ഇരുമുടുക്കെട്ടേന്തി ശരണം വിളികളോടെ കാനനവാസനായ ശ്രീ ശബരീശനെ ദർശിക്കുവാൻ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഒരുമിച്ചൊഴുകുന്ന തീർത്ഥാടനമാണ് ശബരിമല തീർത്ഥാടന പുണ്യം എന്ന് പറയുന്നത്. ഇരുമുടിക്കെട്ട് നിറച്ചു പോകുന്ന ഭക്തൻ്റെ മുന്നിൽ എന്താണ് താൻ ഇരുമുടിയായി ധരിക്കുന്നതെന്നും ആ ഇരുമുടിയിൽ എന്തൊക്കെയാണ് താൻ കൊണ്ടുപോകേണ്ടതെന്നും എന്തുകൊണ്ടാണ് ആ ഇരുമുടി ശിരസിൽ ധരിച്ച് 18-ാം പടി കയറുന്നത് എന്നും ഒക്കെയുള്ള ആധ്യാത്മികമായ ജ്ഞാനം അനന്തമായ വിശാലമായ ആത്മബോധത്തെ പകരുന്നതാണ്. ഇവിടെ ഇരുമുടി കെട്ടുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, 2 ഭാഗങ്ങളിലായി. അതുകൊണ്ടാണ് ഈ ഇരുമുടി എന്ന് തന്നെ പറയുന്നത്. 2 ഭാഗങ്ങളിലാക്കി 2 തരത്തിലുള്ള ദ്രവ്യങ്ങളെ നിറച്ചാണ് പോകുക എന്ന് പറയുന്നു. വ്രതമെടുത്ത് അനുഷ്ഠാനത്തോടുകൂടി വ്രതം നോറ്റ് ശബരിമല യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഇരുമുടിക്കെട്ട് നിറച്ച് അത് കത്തിച്ചു വെച്ച നിലവിളക്കിന് മുന്നിൽ പൂജാതി കാര്യങ്ങളോടുകൂടി ഗുരുഭൂതൻ്റെയോ ആചാര്യൻ്റെയോ പുരോഹിതൻ്റെയോ സാന്നിധ്യത്തിൽ അവരുടെ നിർദ്ദേശാനുസരണം ഓരോ ദ്രവ്യങ്ങളായി അതിലേക്ക് നിറച്ചുകൊണ്ടാണ് ആ ഇരുമുടിക്കെട്ട് നമ്മൾ പൂർത്തീകരിക്കുന്നത്. അപ്രകാരം പൂർണ്ണമാകുന്ന ആ ഇരുമുടിയിൽ സവിശേഷമാർന്ന ദ്രവ്യങ്ങൾ കൊണ്ട് നിറച്ച് വേണം നമ്മൾ ആ ഇരുമുടി തയ്യാറാക്കേണ്ടത്. അതിന് വലിയ അറകളോടുകൂടിയ 2 ഭാഗത്ത് അറകളോടുകൂടിയ മധ്യഭാഗത്തുനിന്ന് വസ്തുക്കൾ നിക്ഷേപിക്കാൻ പറ്റുന്ന തുണിസഞ്ചിയാണ് നമ്മൾ ഇരുമുടിയായി തോർത്തുകൊണ്ടോ പട്ടുകൊണ്ടോ ഒക്കെ തന്നെ തയ്യാറാക്കുന്നത്. കറുപ്പ് നിറത്തിലും അതുപോലെ ചുവപ്പ് നിറത്തിലും വെള്ള നിറത്തിലും ഒക്കെ തന്നെ നമുക്ക് സൗകര്യാർത്ഥം ഇരുമുടി തയ്യാറാക്കാറുണ്ട്. ഇവിടെ ഇരുമുടി എന്നത് 2 മുടികൾക്കും 2 അർത്ഥതലങ്ങളാണുള്ളത്. ഒന്ന്, മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ പ്രയാണത്തിൽ 2 തരം കർമ്മങ്ങൾ അവൻ സ്വമേധയാ അനുഷ്ഠിക്കാറുണ്ട്. ഒന്ന് ആധ്യാത്മികമായ കർമ്മവും 2 ഭൗതികമായ കർമ്മവും. അപ്പോൾ ആധ്യാത്മികവുമായ കർമ്മത്തിന് അതിൻ്റേതായ കർമ്മഫലവും ഭൗതികമായ കർമ്മങ്ങൾക്ക് അതിൻ്റേതായ കർമ്മഫലവും തന്നെയാണ് എന്ന് നമുക്ക് കൃത്യമായി അറിയാം. അപ്പോൾ ഈ 2 കർമ്മഫലങ്ങളെയും യാതൊന്നും തന്നെ തനിക്ക് ഞാനെന്ന ഭാവത്തോട് അവകാശപ്പെടാതെ ഈ 2 കർമ്മഫലത്തെയും ഭഗവാന്റെ പാദത്തിലേക്ക് സമർപ്പിക്കുക എന്ന മനോഭാവത്തെയാണ് ഇവിടെ ഇരുമുടി എന്ന സങ്കല്പത്തിലൂടെ നമുക്ക് മുന്നിലായിട്ട് നമ്മുടെ പൂർവികന്മാർ ചമച്ച് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആധ്യാത്മികമായ മുടി അത് മുൻമുടിയായും ഭൗതികമായ മുടി പിൻമുടിയുമായും വേണം. കാരണം നമ്മൾ തന്നെ ചെയ്ത കർമ്മമായതുകൊണ്ട് ആ കർമ്മത്തിൻ്റെ ഫലം അല്ലെങ്കിൽ കർമ്മത്തിൻ്റെ ആ പ്രതിഫലമായിട്ട് സംഭവിക്കുന്ന ഏത് കാര്യത്തെയും ആരാണ് വഹിക്കേണ്ടത്? നമ്മൾ തന്നെയാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മഫലം താൻ തന്നെ അനുഭവിച്ചിടും എന്നതുപോലെ നമ്മൾ നമ്മുടെ ശിരസിൽ നാം ചെയ്ത കർമ്മത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം, കർത്തവ്യത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും അവനവൻ തന്നെയാണ് വഹിക്കേണ്ടതെന്ന ബോധത്തെ ഉണർത്താൻ നമ്മുടെ ശിരസിലേക്ക് ഗുരുഭൂതൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പുരോഹിതൻ നമ്മുടെ ശിരസിലേക്ക് ഇരുമുടി എടുത്തു വെക്കും. ഇരുമുടി കെട്ടിക്കഴിഞ്ഞാൽ മറ്റൊരു ചിന്തയും കൂടാതെ മറ്റു തരത്തിലുള്ള ഗൃഹബന്ധങ്ങളെക്കുറിച്ച് ഓർക്കാതെ പരിപൂർണമായും ശരണമന്ത്രങ്ങൾ കൊണ്ട് സ്വാമിയെ മനസ്സാൽ വരിച്ച് ഇരുമുടി ഏന്തുന്ന നിമിഷം മുതൽ നിറച്ച് ഇരുമുടി ഏന്തുന്ന നിമിഷം മുതൽ പിന്നെ ശബരിമല യാത്രയിലേക്ക് മാത്രമാണ് നമ്മുടെ പാദവും നമ്മുടെ മനസ്സും ആ അയ്യപ്പനെ കൈകൂപ്പാനുള്ള വ്യഗ്രതയും നമ്മുടെ കൈകളുമൊക്കെ ഇരുമുടി താങ്ങി ശിരസിലേന്തി നമ്മൾ യാത്ര തിരിക്കുന്നത്. മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി അവിടെ നിന്ന് നമ്മൾ പൂർണ്ണമായും ആ യാത്ര ആരംഭിക്കുകയാണ്. ഇരുമുടി കെട്ടേന്തുന്ന സമയത്ത് നാളികേരം ഉടച്ചിട്ടാണ് നമ്മൾ കെട്ടേക്കുന്നത്. എന്തുകൊണ്ടാണ് നാളികേരം ഉടയ്ക്കുന്നത്? ഞാനെന്ന ഭാവമാകുന്ന ശരീരബോധത്തെ ഉടയ്ക്കുക. ദേഹാഭിമാന ബോധത്തിൻ്റെ പ്രതീകമായി നാളികേരത്തെ ഉടച്ച് ആത്മബോധത്തെ സ്വീകരിക്കുവാൻ ഞാനിതാ സന്നദ്ധനായി, അതിന് വിഘ്നേശ്വര അനുവാദം നൽകിയാലും എന്ന അർത്ഥത്തിലാണ് നാളികേരം ഉടച്ച് കെട്ടേന്തുന്നത്. അപ്പം മുൻമുടിയും പിൻമുടിയുമുണ്ട്. മുൻമുടിയിൽ ആധ്യാത്മികമായ ദ്രവ്യങ്ങളാണ്, പിൻമുടിയിൽ ഭൗതികമായ ദ്രവ്യങ്ങളാണ് എന്ന് ധരിക്കണം നമ്മൾ കൃത്യമായിട്ട്. അപ്രകാരം അവ നമ്മുടെ തന്നെ ശിരസിലേന്തി മുന്നോട്ടുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് ഈ മുൻമുടിയും പിൻമുടിയും എന്ന് പരിശോധിച്ചാൽ, മുൻമുടിയിലാണ് നമ്മൾ നെയ്ത്തേങ്ങ നിറയ്ക്കേണ്ടത്. അതുപോലെ പൂജാതി ദ്രവ്യങ്ങളാകുന്ന വസ്തുക്കൾ, ഭഗവാന് സമർപ്പിക്കുന്ന വസ്തുക്കൾ നിറയ്ക്കേണ്ടത്. പിൻമുടിയിലാണ് ഭൗതികമായിട്ടുള്ള ദ്രവ്യങ്ങളാകുന്ന അരിയും അതുപോലെയുള്ള വസ്തുക്കളും നിറയ്ക്കേണ്ടത്. അങ്ങനെയാണ് മുൻമുടിയും പിൻമുടിയും തയ്യാറാക്കുന്നത്.
സാധാരണഗതിയിൽ ശബരിമല യാത്രയിൽ ഏറ്റവും കുറഞ്ഞത് 3 നാളികേരം വഹിക്കേണ്ടതുണ്ട്. ഒന്ന്, അവിടെ പമ്പാ ഗണപതിയുടെ മുന്നിൽ ഉടയ്ക്കാൻ വേണ്ടിയിട്ടൊരു നാളികേരം, മലകയറ്റം സുഗമമാക്കാൻ, ആധ്യാത്മികതയിലേക്ക്, ആ മുകളിലേക്കുള്ള കയറ്റം. എവിടേക്കാണ് ഈ മുകളിലേക്ക് കയറുക? ഉന്നതിയിലേക്ക്. എങ്ങനെ? നമ്മുടെ മൂലാധാര ശക്തിയാകുന്ന ഗണപതി, മൂലാധാരത്തിൻ്റെ ശക്തി അധിപനാണ് ഗണപതി, മൂലാധാരത്തിൽ വസിക്കുന്ന ആളാണ് ഗണപതി. ആ മൂലാധാര ശക്തി സ്വരൂപനായി ഗണപതി തത്വത്തെ അറിഞ്ഞ് ആ ഗണേശ ശക്തിയെ എവിടേക്ക് കയറ്റണം? അതിൻ്റെ മൂർധന്യത്തിലേക്ക് 6 പട്ടി കടന്ന് സഹസ്രാര പത്മത്തിലെത്തി പൂർണ്ണതയിലേക്ക് ആർജിക്കാനുള്ള മലകയറ്റമാണ്. അല്ലാതെ കേവലം ഒരു മല കയറുക എന്നുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉന്നതിയിലേക്കുള്ള ആത്മീയ മാർഗത്തിലേക്കുള്ള കയറ്റം, നമ്മുടെ ഉള്ളിൽ തന്നെ ആ പരിവർത്തനത്തോടെ ഷഡ്ചക്രങ്ങളെ കടന്ന് നമ്മുടെ ജീവൻ്റെ പ്രയാണം ആരംഭിക്കുകയാണ്. അപ്പോൾ അവിടെയും ദേഹാഭിമാന ബോധത്തെ പരിപൂർണമായി ഉപേക്ഷിച്ച് ശരീരശുദ്ധി, പമ്പാസ്നാനത്തിലൂടെ ശരീരശുദ്ധി വരുത്തി, അത് കഴിഞ്ഞിട്ട് അവിടെ കന്നിമൂല ഗണപതിക്ക് എന്ന് പറയും, കന്നിമൂല ഗണപതിക്ക് നാളികേരം മുടച്ചു അവിടെ നിന്ന് നമ്മുടെ പ്രാണൻ്റെ ഉദ്ധാനം, ജീവൻ്റെ ഉദ്ധാനത്തിലേക്ക് തയ്യാറായി. അവിടെ നിന്ന് 6 പട്ടികൾ കടക്കുന്ന പ്രതീതിയോടുകൂടി നമ്മൾ ശരണം വിളിച്ചുകൊണ്ട്, ഭഗവത് പാദങ്ങളിൽ മാത്രം ശരണം വിളിച്ചുകൊണ്ട് നമ്മൾ അവിടെ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഗതം, വിശുദ്ധി, ആജ്ഞാചക്രം കടന്ന് സഹസ്രാര ദളത്തിലേക്ക് സാക്ഷാൽ ഭഗവാനും തമ്മളും ഒന്നാണെന്നറിയുന്ന ആ ഭാവത്തിലേക്ക് എത്തുന്ന തത്വമസി പൊരുളിനെ തേടി യാത്ര തിരിക്കലാണ്. അവിടെ നിന്ന് നമ്മൾ നാളികേരം ഉടച്ച് യാത്ര തിരിക്കും. അങ്ങനെ ഉടച്ച് യാത്ര ചെയ്ത് നേരെ സന്നിധാനത്തെത്തുമ്പോൾ 18 പടി കടക്കുന്നതിന് മുമ്പ്, 18 തത്വത്തെ അറിയുന്നതിന് മുമ്പ് 18ാം പടിക്ക് താഴ്ഭാഗത്തായിട്ടൊരു നാളികേരം ഉടയ്ക്കും. അവിടെ നാളികേരം ഉടയ്ക്കുന്നതോടുകൂടി ആ 18 തത്വത്തെ സ്വീകരിക്കാൻ പൂർണ്ണ ശരണാഗതിയിലേക്ക് എത്തി. 18 തത്വത്തെ, 18 വിദ്യകളെ, 18 മലകളെ, 18 പുരാണങ്ങളെ, അങ്ങനെ അനവധി തരത്തിൽ നമുക്ക് വിശദീകരിക്കാവുന്ന 18 എന്ന മഹാവിദ്യയുടെ മഹാസ്വരൂപത്തെ നമ്മൾ തേടി എത്തുകയാണ്. ആ 18 പടിയിലേക്ക് എത്തുമ്പോൾ പൂർണ്ണമായും 18 പടി കടക്കുമ്പോൾ ഇരുമുടി നമ്മുടെ ശിരസിൽ തന്നെയാണ്. കാരണം ഓരോരുത്തരും നമ്മുടെ കർമ്മഫലത്തിൻ്റെ അനുഭവ തലത്തിൽ നിന്ന് വേണം. അനുദിനം അനുഭവ ദർപ്പണങ്ങളിൽ നിന്ന് നിഴലിക്കും നിന്നാത്മവികാസ രേഖ എന്ന് കവിവര്യൻ കുറിച്ചിട്ടതുപോലെ അനുദിനമുള്ള അനുഭവങ്ങളെ ശിരസിൽ ചുമന്ന് ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ശാശ്വതമായ പരമമായ സത്യത്തെ അറിയാൻ, അതല്ലാതെ ആത്മശാന്തിക്ക് മറ്റൊരു മാർഗമില്ല എന്ന പൂർണ്ണബോധത്തോടു കൂടി നമ്മൾ ആ 18 പടി കടന്ന് മുകളിലേക്കെത്തും. അവിടെ പഞ്ചഭൂതങ്ങൾ 5, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ 5, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ 5, അതിനാധാരമായി നിൽക്കുന്ന മനസ്സ്, ആ ഇന്ദ്രിയങ്ങളെ ആനന്ദിപ്പിക്കുന്ന മനസ്സും കടന്ന് ജീവനും കടന്ന് ആ ജീവൻ പരമാത്മബോധത്തിലേക്ക് 18ലേക്ക് കാലുവെക്കുമ്പോൾ പരമാത്മതത്വത്തെ അനുഭവിക്കലാണ്. അതുകൊണ്ടാണ് അത് തന്നെയാണ് നീ, അല്ലെങ്കിൽ നീ അതാകുന്നു എന്ന തത്വം അസി എന്ന തത്വം അസി ഭഗവാന്റെ മഹാപ്രസാദമായി നമ്മളിലേക്ക്, ഹൃദയാനന്ദമായി നമ്മളിലേക്ക് ഒഴുകി വരുന്നത്. ആ ഹൃദയാനന്ദത്തെ ഉൾക്കൊണ്ട് നുകർന്നുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ ദർശിക്കുവാനുള്ള യാത്ര പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അങ്ങനെ 18 വിദ്യയും 18 തത്വവും 18 ജ്ഞാനത്തെയും നേടി പരിപൂർണമായ ആത്മബോധത്തെ അനുഭവിച്ച് ആ ഭഗവത് ചൈതന്യത്തെ നുകരുകയാണ്. അതിനുശേഷം നമ്മുടെ മുന്നിൽ ഒരു തേങ്ങ അവശേഷിക്കുന്ന നെയ്ത്തേങ്ങയാണ്. ഇത് മിനിമം ഭഗവാന് മുന്നിൽ ആത്മസമർപ്പണത്തിൻ്റെ ഭാഗമായി ഉടയ്ക്കേണ്ടതാണ്. അപ്പോൾ നെയ്യെന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ദേഹമാകുന്ന ഈ ശരീരത്തിൽ എപ്രകാരമാണോ ആത്മാവ് കുടിയിരിക്കുന്നത്, ആ ആത്മാവിനെ ഭഗവാനിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ശരീരം ജഡമായി മാറുമ്പോൾ സംസ്കരിക്കുന്നത് പോലെ ആ തേങ്ങയെ, നാളികേരത്തെ നമ്മൾ ആഴിയിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് 3 നാളികേരം ഏറ്റവും കുറഞ്ഞത്. അതിൽ കൂടുതൽ നാളികേരം കൊണ്ടുപോകാം, നമ്മൾ പോകുന്ന വഴിക്കുള്ള ക്ഷേത്രത്തിൽ ഉടയ്ക്കാം, ഒന്നിൽ കൂടുതൽ നെയ്ത്തേങ്ങ വഹിക്കാം, അതൊന്നും തന്നെ തെറ്റല്ല. അതൊക്കെ നമ്മുടെ സൗകര്യാർത്ഥം. ഏറ്റവും കുറഞ്ഞത് 3 നാളികേരം ഇരുമുടിക്കെട്ടിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. പിന്നെ മാളികപ്പുറത്ത് ഉരുട്ടാൻ വേണ്ടി നാളികേരം ഉപയോഗിക്കും. ഇതൊക്കെ നാളികേരം കൂടുതലായി നമുക്ക് ഉപയോഗിക്കാം. ചിലപ്പോൾ ഒന്നിലധികം കൂടുതൽ നേർച്ചയ്ക്ക് നാളികേരം, നെയ്ത്തേങ്ങ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. പോകുന്ന വഴിയിലുള്ള ക്ഷേത്രങ്ങൾ ഉടയ്ക്കാൻ വേണ്ടി കരുതുന്ന ആൾക്കാർ. ഇതൊക്കെ ആവശ്യത്തിന് നമുക്ക് തയ്യാറാക്കി കൂടെ കരുതാവുന്നതാണ്. ഇനി ഇരുമുടിക്കെട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് നിറയ്ക്കുന്നത് ചോദിച്ചാൽ, ഇരുമുടിക്കെട്ടിൽ മുന്നിലത്തെ കെട്ട് നിറയ്ക്കുന്ന സമയത്ത് ആദ്യം തന്നെ അവിടെ ഗുരുസങ്കല്പത്തോടുകൂടി വെറ്റാപ്പാക്ക്, അതുപോലെ ഒരു നാണയം ഇല്ലെങ്കിൽ കാണിപ്പൊന്ന് എന്ന് പറയും, അത്തരത്തിലുള്ള അവരുടെ അവസ്ഥയ്ക്കനുസരിച്ച് ഇത് വെച്ച് അതിനകത്തൊരു പുഷ്പം വെച്ച് അതിനകത്ത് നമ്മൾ അത് ഭക്തിയോടുകൂടി ഗുരുസങ്കല്പത്തോടുകൂടി ആ ഗുരുവിനെ സ്മരിച്ച് ഏറ്റവും പ്രധാനമായി സദാശിവ സമാരംഭ ശങ്കരാചാര്യ മധ്യമ എന്നുള്ള നാമം ജപിച്ചോ, അല്ലെങ്കിൽ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര എന്ന് ജപിച്ചുകൊണ്ടോ,
ഗുരുവിന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ അത് പരിപൂർണമായിട്ട് അത് സമർപ്പിക്കും. ആ ഗുരു സമർപ്പണത്തിൽ തന്നെയാണ് വിഘ്നേശ്വര സമർപ്പണം. ആ ഗുരു സമർപ്പണം ചെയ്ത് അതിലേക്ക് സമർപ്പിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വിഘ്നേശ്വര ഭഗവാനെ സ്തുതിക്കും. അത് കഴിഞ്ഞ് നാളികേരം എടുത്ത് ആ നാളികേരം അല്പം അരിയും കൂടി ചേർത്ത് ആ നാളികേരം നെയ്ത്തേങ്ങ കയ്യിലേക്കെടുത്ത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ജപിച്ച് ഭഗവാന്റെ മൂലമന്ത്രങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ധ്യാന ശ്ലോകങ്ങളോ അറിയാമെങ്കിൽ അത് ജപിച്ചില്ലെങ്കിൽ ശരണമന്ത്രങ്ങൾ ജപിച്ച് 3 തവണ ഏറ്റവും കുറഞ്ഞത് ശരണം വിളിച്ചുകൊണ്ട് നമ്മളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ആത്മപ്രതീകമായ നെയ്ത്തേങ്ങ മുൻമുടിയിലേക്ക് നിറയ്ക്കും. അതിനുശേഷം ആ മുൻമുടിയിലേക്ക് തന്നെ മറ്റ് പൂജാദ്രവ്യങ്ങൾ നമ്മൾ നിറയ്ക്കും. ഇപ്പോൾ നമ്മുടെ ശബരിമലയിൽ നിന്ന് അവിടുത്തെ ആചാര്യശ്രേഷ്ഠന്മാർ പറഞ്ഞു, ശബരിമല പോലെ ഒരു തീർത്ഥാടനം വലിയ തരത്തിൽ നടക്കുമ്പോൾ കോടിക്കണക്കിന് ആൾക്കാർ വരും. പ്ലാസ്റ്റിക് വസ്തുക്കൾ അവിടേക്ക് വന്നാലുണ്ടാകുന്ന പാരിസ്ഥിതികമായ യുക്തിസഹജമായ ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പ്ലാസ്റ്റിക് തരത്തിലുള്ളത് ഒഴിവാക്കണം എന്ന് വെച്ച് പൂജാദ്രവ്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതല്ല അതിനർത്ഥം. പൂജാദ്രവ്യങ്ങൾ നമുക്ക് തുണിസഞ്ചിയിലോ അല്ലെങ്കിൽ പേപ്പർ കവർ തയ്യാറാക്കി അതിനകത്തോ നിറച്ച് നമുക്ക് അത് സമർപ്പിക്കാവുന്നതാണ്. അവിടെ മലരെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്നത് മനസ്സിൻ്റെ പ്രതീകമാണ്. മലരെന്ന് പറയുന്നത്. അതുപോലെ അവിലെന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെ പ്രതീകമാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ആത്മതത്വത്തെയും ഭഗവാൻ സമർപ്പിക്കുന്നു എന്ന നിലയിൽ മുൻമുടിയിൽ അത് നിറയ്ക്കാറുണ്ട്. പിന്നീട് ചന്ദനത്തിരിയും കർപ്പൂരവും ഒക്കെ ഇവയൊക്കെ പേപ്പറുകളിലാക്കി പാക്ക് ചെയ്താൽ നമുക്ക് പാരിസ്ഥിതികമായ പ്രശ്നം ഒഴിവാക്കാം. അല്ലാതെ പൂർണ്ണമായും പ്ലാസ്റ്റിക്കിൻ്റെ പേരിൽ ഇവയൊക്കെ ഒഴിവാക്കുന്നത് അത്ര ഉചിതമല്ല. കാരണം ഇവയിലൂടെ പകർന്നു തരാൻ നമ്മുടെ പൂർവികന്മാർ ഉദ്ദേശിച്ച പല കാര്യങ്ങൾ. പക്ഷേ ഇന്നത്തെ പാരിസ്ഥിതികമായ കാര്യത്തിന് പ്രതികൂലമായി നിൽക്കുന്നത് പൂജാദ്രവ്യങ്ങളല്ല, യഥാർത്ഥത്തിൽ പ്ലാസ്റ്റിക് വസ്തുക്കളാണെന്ന് തിരിച്ചറിയുക. അതിനെ ഒഴിവാക്കാൻ ഭക്തൻ തയ്യാറായാൽ പിന്നെ നമുക്ക് പൂജാദ്രവ്യങ്ങളെ ഒഴിവാക്കാതിരിക്കാം. അപ്പോൾ ഈ പൂജാദ്രവ്യങ്ങൾ ഓരോ നിറയ്ക്കുമ്പോഴും ആചാര്യൻ പറഞ്ഞു കൊടുക്കണം, ഇത് മനസ്സിൻ്റെ പ്രതീകമാണ്, ഇത് ഇന്ദ്രിയങ്ങളുടെ പ്രതീകമാണ്. അത്തരത്തിൽ ഇവിടെ കർപ്പൂരത്തെ സമർപ്പിക്കുന്നത് പറഞ്ഞാൽ കർപ്പൂരം കത്തി എപ്രകാരമാണോ അലിഞ്ഞില്ലാതാവുന്നത് അതുപോലെ നമ്മുടെ ജീവിതം അത് പ്രഭാപൂരിതമായി അവിടെ ഒന്നും പരിപൂർണമായിട്ട് അവശേഷിക്കാതെ പൂർണ്ണമായും അത് കർമ്മങ്ങൾ കൊണ്ട്, ശുദ്ധമായ കർമ്മങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൂടി ആനന്ദം പകരുന്ന തരത്തിലാണ് ആ കർപ്പൂരത്തെ പോലെ നമ്മുടെ ജീവിതം സകർമ്മങ്ങൾ കൊണ്ട് അലിഞ്ഞു ചേരണം. ആ തത്വത്തെയൊക്കെ പറഞ്ഞു കൊടുത്ത് ആത്മബോധത്തിലേക്ക്, ആത്മവിദ്യയിലേക്ക് പകരാൻ നമുക്ക് സാധിക്കും. അത് കഴിഞ്ഞാൽ പിൻകെട്ടിലേക്ക് നമ്മൾ അവിടെ നിറയ്ക്കുന്നത് അരി നിറയ്ക്കും. അത് കഴിഞ്ഞാൽ 2 നാളികേരം കൂടി നമ്മൾ പിൻകെട്ടിൽ നിറയ്ക്കാറുണ്ട്. ഇപ്രകാരമാണ് നമ്മൾ കെട്ട് നിറയ്ക്കുന്നത്. പണ്ട് കാലത്ത് അരി അവിടെ സമർപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ മല ചവിട്ടുന്ന സമയത്തും കഞ്ഞി വെച്ച് കുടിക്കാനും ഭക്ഷണം വെക്കാനും അതിൽ നിന്ന് തന്നെ ഓരോ പിടി അരി എടുത്തിട്ടാണ് എല്ലാവരും കൂടി ഒരുമിച്ച് ചേർത്തൊക്കെ പണ്ട് കാലത്ത് ആ ഭക്ഷണ കാര്യങ്ങളും പാകം ചെയ്തെന്ന്. അങ്ങനെ മുൻമുടി ആധ്യാത്മികതയുടെ മുൻമുടിയാണ് മുന്നിൽ നിറയ്ക്കുന്നത്. അതിനകത്ത് ഭസ്മം നിറയ്ക്കാറുണ്ട്, അതിനകത്ത് മഞ്ഞപ്പൊടി നിറയ്ക്കാറുണ്ട്. മഞ്ഞപ്പൊടി നാഗദൈവങ്ങൾക്ക് കൊടുക്കുവാൻ വേണ്ടി മഞ്ഞപ്പൊടി നിറയ്ക്കാറുണ്ട്. അതുപോലെ ഭസ്മം അവിടെ മണ്ഡപത്തിലേക്ക് അർപ്പിക്കാൻ വേണ്ടി. എന്തിനാണ് മണിമണ്ഡപത്തിൽ ഭസ്മം അർപ്പിക്കുന്നത് വെച്ചാൽ അയ്യപ്പൻ്റെ ജീവസമാധി സ്വരൂപമായ സ്ഥാനമാണ് മണിമണ്ഡപം. അവിടെ സമാധിസ്ഥനായ അയ്യപ്പന് ഭസ്മമാണ് അവിടുത്തെ പ്രസാദം. അയ്യപ്പനും അതുപോലെ ശബരിമല ക്ഷേത്രം അടയ്ക്കുമ്പോഴും നമുക്കറിയാം അവിടെ പൂജാതി കാര്യങ്ങൾ കഴിഞ്ഞ് അവിടുത്തെ മറ്റ് സമയങ്ങളിൽ, ദീർഘസമയങ്ങളിൽ, ദിവസങ്ങളിലേക്ക് അടച്ചിടുമ്പോൾ ഭസ്മാഭിഷേകത്തിലാണ് അയ്യപ്പനേത്. കാരണം അയ്യപ്പൻ സമാധി സ്വരൂപനായ ഭാവത്തിലാണ് ശ്രീ ധർമ്മശാസ്താവി വിലയം പ്രാപിച്ചത്. അയ്യപ്പൻ ആ സങ്കല്പത്തിലാണ് തങ്കഭസ്മങ്ങളൊക്കെ ചേർത്ത് അയ്യപ്പനെ ഭസ്മത്തിൽ മോടി ഭസ്മം അവിടുത്തെ പ്രസാദമായി മാറുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ സമാധി സ്വരൂപനായ അയ്യപ്പൻ്റെ സമാധി സ്ഥാനമാണ് മണിപീഠം എന്ന് നമ്മൾ കരുതുക. അത് കഴിഞ്ഞിട്ട് മാളികപ്പുറത്ത് അമ്മയുടെ അടുത്ത് വരുമ്പോൾ അവിടെ അമ്മയ്ക്ക് മുന്നിലായി പട്ട് വസ്ത്രങ്ങൾ, പുടവകൾ നമുക്ക് സമർപ്പിക്കാം. അവിടെ ക്ഷേത്രത്തിന് മുകളിലേക്കല്ല പട്ടുവസ്ത്രങ്ങൾ വലിച്ചെറിയുകയല്ല വേണ്ടത്, ഭക്തിയോടുകൂടി ദേവിയുടെ മുന്നിൽ സമർപ്പിക്കാം. അത് കഴിഞ്ഞ് നാളികേരം ഉരുട്ടി ശരണപ്രദക്ഷിണം പോലെ നമ്മൾ ശരണാഗതി അടയുന്നു അമ്മയുടെ മുന്നിൽ. ആ അമ്മ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മധുര മീനാക്ഷിയാണ്. സാക്ഷാൽ അയ്യപ്പൻ്റെ മാതൃസ്ഥാനം അർഹിക്കുന്ന മധുര മീനാക്ഷിയെയും നമ്മൾ തൊഴുത് നമസ്കരിക്കാം. ഇത്യാദി കാര്യങ്ങളിലൂടെയാണ് കെട്ടുനിറ നമ്മൾ നടത്തേണ്ടത്. കെട്ടുനിറയ്ക്കുന്നതിന് മുമ്പ് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ ദക്ഷിണ നൽകണം. ഇനി മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുള്ളതാണെങ്കിൽ അവരെ സങ്കല്പിച്ച് നമ്മൾ ദക്ഷിണ ആദ്യം സമർപ്പിക്കണം. കാരണം മാതാപിതാക്കൾ സ്മരിക്കാതെ ഒരു പൂജയും പൂർണ്ണമാകില്ല. നമ്മുടെയൊക്കെ പ്രത്യക്ഷമായ ഈശ്വരൻ മാതാപിതാക്കളാണ്. മാതാപിതാക്കൾക്കും ഗുരുജനങ്ങൾക്കും ഒക്കെ ദക്ഷിണ കൊടുക്കണം. കെട്ട് നിറച്ചു കഴിഞ്ഞാൽ ഗുരുനാഥന് ദക്ഷിണ കൊടുത്ത് കെട്ടേറ്റി നമ്മൾ യാത്ര തിരിക്കണം. അപ്രകാരമുള്ള ഭക്തിയോടുകൂടിയ യാത്ര, ശരണമന്ത്രങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് ശുദ്ധമായി, ശരീരം ശുദ്ധമായി, നമ്മുടെ ചിന്തകൾ ശുദ്ധമായി ആ ശരണമന്ത്രങ്ങളുടെ എല്ലാം അയ്യപ്പൻ, എല്ലാത്തിനും പൊരുൾ അയ്യപ്പൻ എന്ന നിലയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അവിടെ നമ്മൾ ശരണം മന്ത്രങ്ങൾ ഉരുവിട്ട് പോകുമ്പോൾ നമ്മൾ വിളിക്കാറില്ലേ,
അവിടെ സ്വാമി തിന്തകത്തോ എന്നല്ല വിളിക്കേണ്ട, സ്വാമി നിൻ്റെ അകത്തോ, സ്വാമി നിൻ്റെ അകത്തോ എന്ന് ചോദിക്കുന്ന അയ്യപ്പനോട് മറുപടി പറയുന്നു, അയ്യപ്പൻ എൻ്റെ അകത്ത്, സ്വാമി നിൻ്റെ അകത്തോ, സ്വാമി നിൻ്റെ അകത്തോ, അയ്യപ്പൻ എൻ്റെ അകത്ത്, അയ്യപ്പൻ നിൻ്റെ അകത്തോ എന്ന് ചോദിക്കും. സ്വാമി എൻ്റെ അകത്ത്. അങ്ങനെ അയ്യപ്പനും സ്വാമിയും എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് എന്ന ഭാവത്തിൽ നമ്മളാകെ ലോകത്ത് ദർശനത്തിന് പോകുമ്പോൾ ദർശനത്തിന് ആരെയാണോ ദർശിക്കുന്നത് ആ ദേവൻ്റെ പേരിൽ തന്നെ സർവരും അറിയപ്പെടുന്ന ഏക ക്ഷേത്രമാണ് ശബരിമല. ശബരിമലയിലേക്ക് പോകുന്നവരെല്ലാം അയ്യപ്പ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അയ്യപ്പനും സ്വാമിയുമായി നമ്മൾ സ്വയം മാറി അങ്ങനെ സ്വയം രൂപപ്പെടുന്ന ആ ഒരു സാരൂപ്യ ഭക്തിയുടെ ഉദാത്തമായ മാതൃകയാണ്. ജാതിയും മതവും വാലുകളൊക്കെ മുറിച്ചു മാറ്റി ഏകസ്വരൂപ ജാതി ഭേദ എന്ന ശങ്കരാചാര്യരെ ദർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ശരിയായ നിലയിൽ ഒരയ്യപ്പൻ ശബരിമല ദർശനം നടത്തുന്നതെങ്കിൽ ആ അയ്യപ്പൻ ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തൻ്റെ ജാതീയമായ ഭേദചിന്തകളെ ഉപേക്ഷിച്ച് ഒരു മാനുഷ്യഭാവത്തിൽ എല്ലാവരെയും ഒന്നുപോലെ കാണുന്ന സനാതനധർമ്മത്തിൻ്റെ മുന്നിൽ എല്ലാവരെയും സ്നേഹിക്കുന്ന ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന തത്വത്തെ അനുദാനം ചെയ്യുന്ന തത്വമസി പൊരുളെ അനുഭവിച്ചറിഞ്ഞ ഭക്തനായി മാറണം. അങ്ങനെയുള്ള മനപരിവർത്തനം കൂടി നടന്നില്ല എങ്കിൽ കേവലം ഒരു യാത്ര മാത്രമായി നമ്മൾ അവശേഷിക്കും. അയ്യപ്പൻ്റെ ദർശനം തന്നെ യഥാർത്ഥത്തിൽ ഈ കലിയുഗത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും ദോഷകരമായി നിൽക്കുന്ന ജാതീയമായ അകൽച്ചയെ ഭേദചിന്തകളെ അകറ്റാനുള്ള മഹാമന്ത്രം കൂടിയാണ് അയ്യപ്പൻ്റെ അനുഭവ ദർശനം. അത് കഴിയുമ്പോൾ എല്ലാവരും അയ്യപ്പനായി മാറുന്ന സ്ഥലത്ത് പേരുകൾക്ക് പോലും പ്രസക്തിയില്ലാത്ത, ദേഹങ്ങൾക്ക് പോലും പ്രസക്തിയില്ലാത്ത, പ്രായങ്ങൾക്ക് പ്രസക്തിയില്ലാത്ത, സമ്പത്തിന് വിദ്യയ്ക്കും ഒന്നും പ്രസക്തിയില്ലാത്ത എല്ലാവരിലെയും ആത്മബോധം ഒന്നാണെന്ന് പറയുന്ന ശബരിമല യാത്ര കഴിയുമ്പോൾ നമ്മളിലുള്ള മിഥ്യാജാതി ബോധങ്ങളെ ഉപേക്ഷിച്ച് പരസ്പരം ഏകഭാവത്തോടു കൂടി ജീവിക്കുന്ന വിശ്വമാനവികതയുടെ ഉദ്ബോധനം പകരുന്ന അമൃതസ്യ പുത്ര എന്ന സ്വാമിജി വിവേകാനന്ദൻ്റെ വാക്കുകളെ ഹൃദയത്തിലേറ്റിക്കൊണ്ട് നമ്മളെല്ലാം ഒന്നെന്ന ഭാവത്തിൽ എത്തിച്ചേർന്നുകൊണ്ട് നല്ല ഒരു മാനവിക ഹൃദയം സൃഷ്ടിക്കാനുള്ള വിശ്വമാനവിക ബോധത്തിൻ്റെ പരമ്പൊരുളായി കലിയുഗ വരദനായി കരികൽമഷങ്ങളെ അകറ്റി മനസ്സിനെ ശുദ്ധീകരിക്കുന്ന അയ്യപ്പ സ്വാമിയുടെ തീർത്ഥാടനം പുണ്യപ്രദമായി നമുക്ക് അനുഭവപ്പെടട്ടെ. ഓം സ്വാമിയേ ശരണമയ്യപ്പ, കലിയുഗ വരദനേ ശരണമയ്യപ്പ, ആനന്ദചിത്തനയ്യൻ അയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ, അയ്യപ്പ ശരണം 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 ശരണം.